ഇതാണ് നമ്മളെ പെരയുടെ ബാക്ക് സൈഡ്. ഇങ്ങനെ ഒന്നാണ് നോക്കുകയാണ്. മക്കളെ കുറേ കായുണ്ടായിട്ടൊന്നും കാര്യമില്ല കേട്ടോ. നമുക്കൊരു നേരമുള്ള ജീവിതം, ഒരു പാറ്റയെ പോലെ ജീവിതം, അതെങ്ങനെയാലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. പരിസരമൊന്നും വല്ലാതെ വൃത്തിയാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. മഴക്കാലം മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ചളി എപ്പോഴും വേഗമാകും, പുഴ ഒക്കെ ആയതുകൊണ്ട് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. വേറെ എല്ലാ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഉണ്ടോ? ഇത് നമ്മളെ ജീവിതമാർഗം പശുക്കളാണ്, തൊഴുത്താണ്. എന്നാൽ പിന്നെ നമ്മളെ ആൾക്കാരൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇപ്പോൾ പരിസരം അങ്ങോട്ട് നല്ല മഴ കൊണ്ട് അത്ര വലിയൊരു വൃത്തി ഇല്ല കേട്ടോ, ഒന്നും വിചാരിക്കരുത്. പിന്നെ നമ്മളെ കാലികളെ വളർത്തുന്ന രീതി ഇതാണ്. അവർ സ്വതന്ത്രമായിട്ട് തിന്നണു, നടക്കണു. ഇനി വെള്ളം ഒന്നും കൂടിയും പറ്റും, അപ്പോൾ ഇവിടുന്ന് കുറേ ദൂരം കിട്ടുട്ടോ തിന്നാൻ. ഇനി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കാണാനുണ്ട് കേട്ടോ. എന്താ കണ്ട, ആൾക്കാർ ഊട്ടി പോകണം, മൈസൂരിൽ പോകണം എന്നറിയും. ഊട്ടിയിലും മൈസൂരൊക്കെ പോയാലും ഇങ്ങനെയൊക്കെ ഭാഗങ്ങൾ കാണുമോ? കാണൂല. നമ്മളെ നാട്ടിൽ തന്നെ നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ എത്ര ഉണ്ടാവും. നമ്മളെ പഞ്ചായത്ത് പോലും നമ്മൾ 100% കാണുന്നില്ല. കണ്ടോ, നമ്മളെ പ്രകൃതി, നമ്മളെ ഈ പുഴയുടെ വക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താ വെച്ചാൽ ഈ താള് കയറുന്നൊരു വിഷയമുണ്ട് ഇപ്പോൾ. ഈ താളിന് കയറി വന്നു കഴിഞ്ഞാൽ അത് മൊത്തം പുഴയുടെ വക്ക് മുഴുവൻ പ്രശ്നമാക്കണം. പുല്ലിനെ വളരാൻ അയക്കില്ല. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. കണ്ടോ കൊറ്റികൾ, കണ്ട കൊറ്റി, കുറുക്കൻ, ഇവരൊക്കെ ഒരു കൂട്ടുകെട്ടാട്ടോ. കൊറ്റിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പശുക്കളത്ത് വന്നിട്ട് ഇതിട്ട് വന്ന് നിൽക്കും. കുറുക്കന്മാർ അളകോതെ വന്ന് നിൽക്കും. അങ്ങനെയാണ് ഒരു ഇത്. ഇതാണ് നമ്മളെ മാനത്തെ കൊട്ടാരം. സൂര്യനെ പോലും കാണാത്തൊരു കാലാവസ്ഥ കേട്ടോ. ഇത് പുഴയാണ് ഈ സംഭവം. നിങ്ങൾക്ക് വൃത്തിയായി കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മളെ ക്യാമറയൊന്നും ഇല്ല. ഇത് പഴയ ഫോണോട്ടോ എടുക്കണം. എന്താ ഇവരിപ്പോൾ ഞാൻ ഒരു 6 മണിക്ക് കഴിച്ചു വിട്ടാണ്. ചിലപ്പോൾ ചൂടുണ്ട് വെച്ചാൽ നേരത്തെ വരും, നേരത്തെ കയറിപ്പോവും. ഇല്ലെങ്കിൽ ഓല ഇഷ്ടത്തിന് അങ്ങനെ കയറി വരും. ഒരാൾ നല്ല പിന്നാമ്പുറത്ത് പോയി വൈക്കോൽ അടിച്ചു മാറ്റുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോയി തിന്നാണ്ട്, പക്ഷെ ഇപ്പോൾ ഒന്നും കാണില്ല കേട്ടോ. എന്താ അന്നത്തേക്ക് ഒരു കാലാവസ്ഥ. അല്ല, കൊറ്റി ആസ്വദിക്കാണ്. പുഴയിൽ അവിടെ വക്കത്ത് വന്നിട്ട് കണ്ടോ, എന്താ കോടമഞ്ഞും പോലെ നിൽക്കുമ്പോൾ എന്തൊരു രസം. മാറ്റം വന്നിക്കും, ചുളിവിൽ വൈക്കോലടിച്ച് മാറ്റം വന്നിക്കും ഇയാൾ. കാരണം ഇനി ഉച്ചക്ക് കറക്കാൻ മാത്രം ഒന്ന് കെട്ട് ഞാൻ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും വിടും രാത്രി വരെ. നമ്മൾ ഈ കല്ലുമ്മ മഴയില്ലാത്ത സമയമായി കഴിഞ്ഞാൽ, ചൂട് സമയമായി കഴിഞ്ഞാൽ ഇരുമ്പോൾ ഒന്നവിടെ ഇരിക്കും. ഇടയ്ക്ക് ഒരാൾ നേരം ഇരുമ്പോൾ ഇടും ചെയ്യും.
അതാണ് സംഭവം. എങ്ങനെയുണ്ട് നമ്മളെ പരിസരം? ഇനി വേനലായി കഴിഞ്ഞാലിട്ട് വൃത്തിയാവുള്ളൂ ഇവിടെ. അല്ല മഴക്കാലത്ത് എപ്പോഴും തന്നെ ഈ കോലത്തിൽ തന്നെ നിൽക്കുക. നമ്മളാരും ചെയ്താലും നേരാവില്ല. അതിൻ്റെ ഒരു ഭാഗമാണ്. ഇതിപ്പോൾ ഒരു 15-20 ദിവസം മുന്നേ ഞാൻ വെട്ടിയതാണ്. എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മളെ കൊഴുത്ത്. ഞങ്ങളിങ്ങനെ കേട്ടോ, കറവ് കഴിഞ്ഞ് കറക്കണതിൻ്റെ മുന്നേയും കഴുകും, കറവ് കഴിഞ്ഞാലും കഴുകി തൊഴുത്ത് കഴുകിടും. പിന്നെ അവരെ പുറത്തിറക്കിയ ഒന്നും കൂടി ഏത് പശുക്കളെയാണെന്ന് വെച്ചാലും പുറത്തേക്ക് വിടുകയെന്ന് കണ്ടാൽ അവർ ചാണകം ഒഴിവാക്കും. അപ്പോൾ എന്തായാലും അത് ഒഴിവാക്കിയിട്ട് ഒഴിപ്പെടുന്ന ഇറങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഇറക്കി കഴിഞ്ഞാൽ വീണ്ടും അടിക്കണം വെള്ളം. 2 വട്ടം മിനിമം അടിക്കണം ഒരു പശുവിനെ കറക്കണ നേരത്ത്. ആദ്യം കറക്കാനും രണ്ടാവരെ വിടാനും. പിന്നെ നമ്മളിങ്ങനെ വൃത്തിയാക്കിയിടും. അല്ലെങ്കിൽ അകിട് വീക്കതൊക്കെ പെട്ടെന്ന് വരാൻ സാധ്യത കൂടുതലല്ല. നമുക്ക് അകിട് വീക്കൊന്നും വരവില്ല കേട്ടോ. കാരണം ഒന്നാമത് പശുക്കളെ വിട്ട് തീറ്റല്ലേ, അതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മളെ വീട്ടിലേക്ക് വരുന്ന ഒരു കാനനപാതയാണ്. ഇങ്ങനെ വരും. അയൽവാസികൾ പിന്നെ പരിസരത്തൊന്നും ആരുമില്ല കേട്ടോ. അതാണ് വേറൊരു സംഭവം. സൂര്യനെ ചെറുതായിട്ട് കാണാറുണ്ട്. ആട്ടും കൂടെ ഒന്ന് നിർമ്മിച്ചു. പക്ഷെ അതിൽ ആടിനുള്ള ഇത് പറ്റില്ല. അതിപ്പോൾ ഏതായാലും മരിച്ച മാതിരി. ഈ കഴുങ്ങന്തോട്ടം കണ്ടോ, ചെറിയൊരു 400-450 കഴുങ്ങുള്ളൂ. 7 കൊല്ലമായിട്ടുണ്ടാവും വെച്ചിട്ട്. പക്ഷേ ഒരു 7 ലക്ഷം ഉറുപ്പ്യക്ക് ഞാൻ വിറ്റെന്നും പറയാം. നമുക്ക് വില കിട്ടുകയാണെങ്കിൽ കഴുങ്ങ് വെക്കാം. പക്ഷേ ഇനി കഴുങ്ങ് വെച്ചിട്ട് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പാടം മുഴുവൻ കഴുങ്ങ് ആക്കിയോ. അപ്പോൾ 1000 ലക്ഷക്കണക്കിന് കഴുങ്ങാണ് വരുന്നത്. അത് നമുക്ക് പണി കിട്ടും. ഞാനപ്പോഴത്തേനും തെങ്ങ് വെക്കും. അത് വേറെ കാര്യം. സീനാണത്. അതായത് ഏകദേശം 7:30 മണിയായിട്ടുണ്ട്. 7 മണിക്ക് ഇന്നത്തെ സീനാണത്. നമ്മളെ വീട്ടിലേക്ക് വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഞങ്ങളെ ഏട്ടനഞ്ചന്മാർക്ക് തറവാടൊക്കെ കുറച്ച് അപ്പുറത്താണ്. ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് പോയത് അവിടെ വന്ന് വീട് കയറ്റിയ കേട്ടോ. ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. 2 പ്രളയത്തിൽ ഓരോ തുള്ളി വെള്ളം ഉള്ളിൽ കൂടെ കയറി ഇറങ്ങി. പക്ഷേ റോട്ടിലെ വീട്ടിലൊക്കെ കയറിയതിൻ്റെ ശേഷമാണ് പ്രളയത്തിൽ വീട്ടിൽ വെള്ളം വന്നത്. ഇങ്ങനെയാണ് നീണ്ട് കിടക്കേണ്ടത് കേട്ടോ റോഡ്. ഏകദേശം ഒരു 500 മീറ്ററിലേറെ ഇങ്ങോട്ട് പോരണം. കണ്ട എന്താ അന്നത്തെ പ്രകൃതി. ചില കവുങ്ങൊക്കെ ഈ തൂമ്പ് പോണ കേട് ഉണ്ട് കേട്ടോ. ഇവിടെ ഞാനങ്ങനെ രാസവളം അല്ല ഇടല്. ഒരു ഹോമിയോ വളം ഇട്ടിരുന്നു. രാസവളം കുറച്ചേ ഇടുള്ളൂ. പിന്നെ പശുക്കളത് കെട്ടും. ഇനിയിപ്പോൾ ഈ പൊന്തൊക്കെ ഒന്ന് വെട്ടിയിട്ട് പുല്ല് ഒക്കെ വെട്ടി കളഞ്ഞൊന്ന് പൂട്ടും. പിന്നെ ചാണകം കോരിടുക, ഇതൊക്കെയാണ് ചെയ്ത് കൊടുത്താൽ അതൊക്കെ നമ്മൾ നേരായി വരും.
അത്യാവശ്യം തേങ്ങ ഇതൊക്കെ കായ്ക്കട്ടെ. നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കായ്ക്കൊക്കെ ചെയ്യും. പിന്നെ ഈ പണി ഒരു ശരിയായ രീതിയല്ല, ഈ പുല്ലിൻ്റെ മരുന്നടി. കാരണം കഴുങ്ങ് ഇങ്ങനെ ഊരിപ്പോരുന്നുണ്ട്. കഴുങ്ങ് ഊരിപ്പോരുന്ന മറിഞ്ഞ് വീണ് പോകുന്നുണ്ട് കണ്ടമാനം. ഒരു കാറ്റടിച്ച് അപ്പം പൊങ്ങും. അങ്ങനെയുള്ളൊരു വിഷയമൊക്കെ ഉണ്ട് ഇപ്പോൾ. പുല്ലിൻ്റെ മരുന്നടിച്ചതുകൊണ്ടാണ് അത്. കാരണം വേര് നിൽക്കില്ല. ആ തെങ്ങ് വീണിക്കണല്ലോ, തെങ്ങും കഴുങ്ങൊക്കെ വീണിട്ടുണ്ടായില്ല. പരമാവധി പുല്ലിൻ്റെ മരുന്ന് അടിക്കാതിരിക്കാൻ ഞാൻ പുല്ലിൻ്റെ മരുന്ന് കഴുങ്ങിലൊന്നും അടിക്കലില്ല. ഇത് പുല്ലിൻ്റെ മരുന്ന് അടിച്ച് അങ്ങനെ വൃത്തിയായി കിടക്കും. പക്ഷേ എൻ്റെ ദോഷങ്ങൾ വേറെ ഉണ്ടാവും. കവുങ്ങിൻ്റെ തലപ്പത്ത് നോക്കി അങ്ങനെ ഉണ്ടാവും. പക്ഷെ മണ്ണ് ലൂസായിരിക്കും പുല്ലിന് മരുന്നടിച്ചാൽ. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൾ കുറവാണ് നമുക്ക്. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യും.